You are watching TV Next. വളരെയേറെ സന്തോഷം. നമ്മുടെ സമൂഹത്തിലെ വിടരാൻ കൊതിക്കുന്ന മൊട്ടുകളാണ് ഭിന്നശേഷിക്കാര്. ഒരുപാട് കഴിവുകളുള്ളവരാണ്. സമൂഹത്തില് സഹതാപത്തിനപ്പുറം സഹാനുഭൂതി ആവശ്യമുള്ളവരാണ്. നമ്മളെപ്പോലെയുള്ളവർ ചേർത്ത് നിർത്തേണ്ടവരാണ്. തീർച്ചയായിട്ടും MLA രാഷ്ട്രീയ ഫണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിച്ച് അവർക്കൊരു കെട്ടിടം ബഡ് സ്കൂള് നിർമ്മിച്ചു കൊടുത്തതിൽ വളരെയധികം സന്തോഷം. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിയായ സന്തോഷമുണ്ട്. പാറശാല നിയോജക മണ്ഡലത്തിലെ പെരിങ്കടവള പഞ്ചായത്തിൽ നടന്ന ഈ 2 പരിപാടികളും അക്ഷരാർത്ഥത്തിൽ ജനകീയനായ ഒരു MLAയുടെ ജനപക്ഷ പദ്ധതികളുടെ പ്രയോജനപ്രദമായ ആവിഷ്കാരമായിട്ടാണ് ഞാൻ ഒരു വലിയ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ തിരിച്ചറിയുന്നത്. 80 വർഷമായി CK രവീന്ദ്രൻ MLAയുടെ സൂര്യകാന്തി എന്ന പദ്ധതിയുടെ ഒരു കോർഡിനേറ്ററായി അദ്ദേഹത്തിൻ്റെ PA നമ്മുടെ പ്രിയപ്പെട്ട പ്രതീക്ഷ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് നടത്താനുള്ളൊരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, ഒരു തരത്തിൽ ഒരു MLA ഈ മണ്ഡലത്തിൽ ആവിഷ്കരിക്കുന്ന പദ്ധതികളിൽ വിദ്യാഭ്യാസ രംഗത്ത് കൊടുക്കുന്ന വലിയ പ്രാധാന്യം നമ്മൾ ഈ ബഡ് സ്കൂളിൻ്റെ ഉദ്ഘാടനത്തിലും അതുപോലെ അക്ഷരമധുരം എന്ന ഈ പുസ്തകങ്ങൾ നൽകുന്ന പദ്ധതിയിലും തിരിച്ചറിയുന്നുണ്ട്. കാരണം ഈ വളരെ കാലങ്ങളായി നിലനിന്നു പോകേണ്ടുന്ന സാംസ്കാരിക ഇടങ്ങളെ കൂടുതൽ ശക്തമായി പുതുതലമുറയ്ക്ക് മുമ്പിൽ കൊടുക്കുന്നതിന് നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി തന്നെ നിരവധി പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് അത് ഓരോ ലൈബ്രറിക്കും കൊടുക്കുമ്പോൾ, ഇപ്പോൾ കുഞ്ഞുണ്ണി മാഷൊക്കെ പറഞ്ഞത് വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ച് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയുമെന്നാണ്. നമുക്കറിയാമല്ലോ, ഈ പെരിങ്കടവള ഉൾപ്പെടുന്ന പാറശാല നിയോജകമണ്ഡലത്തിലെ പല പഞ്ചായത്തുകളിലും പ്രമുഖരായ എഴുത്തുകാർ കുട്ടിക്കാലത്ത് വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ എന്ന് ആ കുന്നത്തുകാലിലെ അരുവിയോട്ട് ഇരുന്ന് വി മധുസൂദനൻ നായർ എന്ന കവി നാറാണത്ത് പ്രാന്തനിൽ എഴുതുമ്പോൾ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നിടങ്ങളായിരുന്നു, വായനശാലകളുടെ എണ്ണം കുറവായിരുന്നു. പലയിടങ്ങളിലൂടെ നടന്നുപോയി പള്ളിക്കൂടക്കാലത്ത് പുസ്തകങ്ങളെടുത്ത് വായിച്ചു പോയ കുട്ടികൾ പിന്നീട് വി മധുസൂദനൻ നായരാകട്ടെ, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് SV വേണുഗോപാൽ സാറ് ഒക്കെ അവർ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ വാങ്ങിപ്പോകുമ്പോൾ നമ്മുടെ ഇടങ്ങളിൽ പുസ്തകശാലകൾ കുറവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നിരവധി പുസ്തകശാലകൾ ഇവിടെ നമുക്ക് ചുറ്റും ഉണ്ടായി. അതിനെ എല്ലാം നിലനിർത്തിക്കൊണ്ട് വളർത്തിയെടുക്കുന്നതിന് വേണ്ടി പുസ്തകപ്രേമിയായ നല്ല അക്ഷരബലമുള്ള ഒരു നിയമസഭാ സാമാജികൻ ശ്രീ CK രവീന്ദ്രൻ MLA കൃത്യമായി പ്രവർത്തിച്ചു പോകുമ്പോൾ അത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിനപ്പുറം അതൊരു സാംസ്കാരിക പ്രവർത്തനമായി നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല, ബഡ് സ്കൂൾ നമുക്കറിയാം, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. മറ്റൊരു സങ്കല്പത്തിൽ വൈലോപ്പിള്ളി മഹാകവി മാമ്പഴത്തിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാത്ത കുട്ടികളാണ് നമ്മുടെ ഇടയിൽ വന്ന് പഠിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടതില്ല. അവർക്ക് വാഴ്വിടങ്ങളിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭിന്നശേഷിയുള്ളവരാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മുമ്പിൽ ഒരു ശേഷിയുമില്ലാതെ ജീവിച്ച് ജീവിതം തീർക്കുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ടല്ലോ. നമ്മളെല്ലാം എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും നമ്മുടെ ശേഷി
ഈ സമൂഹത്തിലേക്ക് പകർത്തി കൊടുക്കാൻ എത്രത്തോളം എത്ര ആളുകൾ ശ്രമിക്കുന്നുണ്ടെന്നറിയണം. പക്ഷേ ഇവിടെയുണ്ട് ഞാനെന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി, അല്ലെങ്കിൽ അടയിരുന്നതിൻ്റെ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവിതത്തെ കിളികൾ ആവിഷ്കരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഈ മീറ്റിംഗ് നടത്തുമ്പോൾ അങ്ങ് പുറകിലിരുന്നൊരു കുട്ടി ഉച്ചത്തിൽ കൂകുമ്പോൾ അവൻ ഒരുപക്ഷെ ഒച്ച വയ്ക്കുകയാണ്. ഈ സമൂഹത്തോട് അവൻ ചിലത് വിളിച്ചു പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവൻ്റെ കയ്യിലൊരു പേന കൊടുത്താൽ അവൻ അല്ലെങ്കിൽ അവൾ ആ ഒരു ചിത്രത്തിലൂടെ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കും. ചില സന്ദർഭങ്ങളിൽ ഈ കുട്ടികൾ വളരെ കാര്യക്ഷമമായി തന്നെ ഭിന്നമായ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയാണ് MLA ഒരു സ്കൂള് ഇവിടെ ഇപ്പോൾ ആരംഭം കുറിച്ചത് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിന് വേണ്ടുന്ന വലിയൊരു മന്ദിരം തന്നെ പണി കഴിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ജനകീയനായ MLAയുടെ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് അവർക്ക് ഉള്ള ശേഷികളെ ഈ സമൂഹത്തിലേക്ക് കൊടുക്കാൻ പെരുവിരലിനും ആ കൊച്ചുവിരലിനും ഇടയിൽ പേന വെച്ചുകൊണ്ട് കാലുകൊണ്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികളുടെ മുമ്പിൽ കൈകളുള്ളവർ എത്രയോ നിസാരമാണ്. തിരുവള്ളുവർ തിരുക്കുറൽ പറയുന്നുണ്ട്, എൺ എൻപ ഏനെ എഴുത്ത് എൻപ ഇവി രണ്ടും കണ്ണെൻപ വാഴുവയിருக்கு. കണ്ണുടയവർ ആരെന്നാൽ അവർ കറ്റവർ, മുഖത്ത് ഇരണ്ട് പുണ്ണുടയവർ என்பவர் കല്ലാത്തവർ. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ അക്കവും അക്ഷരവുമാണെന്നും അതല്ലാത്ത കണ്ണുകൾ കണ്ണല്ല രണ്ട് പുണ്ണുകളാണെന്നും പറയുമ്പോൾ കണ്ണുള്ളവർ, ഒച്ച വയ്ക്കാൻ നാവുള്ളവർ, അതുപോലെ തന്നെ പലതും ചെയ്യാൻ കരുത്തുള്ളവർ, ഇതൊന്നും ചെയ്യാതെ പോകുന്നൊരു സമൂഹത്തിനിടയിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ സർഗാത്മക ആവിഷ്കാരങ്ങൾ നടത്തുമ്പോൾ ഇവർക്കെല്ലാം മുകളിൽ നിൽക്കുന്നവരാണവർ. ആ ശേഷിയെ ആ കുട്ടിക്കാലത്ത് തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി രക്ഷകർത്താക്കൾക്കൊപ്പം ജനപ്രതിനിധികൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു ജനകീയനായ നിയമസഭാ സാമാജികൻ അത്തരത്തിലുള്ള പദ്ധതികൾ നടത്തുമ്പോൾ അതൊക്കെയാണ് പേരുകൾ എഴുതി വയ്ക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുമ്പോൾ ജനമനസ്സുകളെ കൂടുതൽ സ്വാധീനിക്കുന്ന കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് വളരെ കാര്യക്ഷമമായ പ്രവർത്തനവുമായി പോകുന്ന ഒരു MLAയുടെ കാഴ്ചപ്പാട് ഇത് പലർക്കും മാതൃകയാണ് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.